നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ തൊടിയിലൊക്കെയുള്ള പച്ചമുളകിൽ നിന്നൊക്കെ കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം. കുറച്ച് പച്ചമുളകൊക്കെ ഗ്രോ ബാഗിലും പറമ്പിലൊക്കെ നട്ടിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിന്ന് അത് പറിച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുകറിയാണ്. ഓണത്തിനൊക്കെ നമ്മൾ ഉള്ളിത്തീയൽ, ഇഞ്ചിത്തീയലൊക്കെ വെക്കുന്ന പോലെ തന്നെ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മീഡിയം എരിവൊക്കെയുള്ള പച്ചമുളക് അല്ലെങ്കിൽ മൂക്കാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ ഞെട്ടൊക്കെ മാറ്റിയതിന് ശേഷം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ, അത് കൊത്തിയെടുക്കാനാണ്. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ ഇടണം. പിന്നെ കുറച്ച് ഉള്ളിയും കൂടി വേണം. ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ആയാലും മതി. ഇപ്പോൾ തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണ്. കൊപ്ര പോലെയുള്ള വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടെങ്കിൽ വറുത്തരയ്ക്കാനൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സാധാ തേങ്ങ ആയാലും മതി. ഒരു അരമുറി തേങ്ങയും കൂടി ഞാനിപ്പോൾ കൊപ്ര പോലെയുള്ളതായതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കരിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഇനി പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് നല്ലോണം സിമ്മിലാക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇതിന് വേണ്ട, പച്ചമുളകിന് എരിവുണ്ടല്ലോ. ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കടുകിട്ട് പൊട്ടുമ്പോഴേക്കും കുറച്ച് ഉള്ളി, കറിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞ് നമ്മൾ വെച്ചിരുന്നത് ഇത്രയും ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം തന്നെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് നമ്മൾ വഴറ്റിയെടുക്കാൻ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് നല്ലോണം വഴന്ന് കിട്ടാനായിട്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് വാളൻപുളി വേണം. അപ്പോൾ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കണം. ഇത് നല്ലോണം വഴന്ന് കഴിയുമ്പോഴേക്കും ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം വറ്റി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറും ഒക്കെ കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം തിളച്ച് വറ്റാനായിട്ട് അനുവദിക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി ഇതൊന്ന് വറ്റി കുഴമ്പ് പരുവമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് തീയൽ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. ഇതിന് അധികം എരിവൊന്നുമില്ല, ആരും പേടിക്കണ്ട. ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവ് തോന്നിയാലും പിന്നീട് ഇരിക്കും തോറും അതിൻ്റെ എരിവ് കുറയും. ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് വെച്ച് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ്. ഉള്ളി ഇഞ്ചി തീയലൊക്കെ പോലെ തന്നെയുള്ള ഒരു അടിപൊളി വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.